മോർണിംഗ്. ഇന്ന് മദേഴ്സ് ഡേ ആണ്. അതുകൊണ്ട് ഞാൻ അമ്മയെ പറ്റി സംസാരിക്കാൻ പോവുകയാണ്. അമ്മ എനിക്ക് വേണ്ടി ട്രാവൽ ജോലി വിട്ട് ടീച്ചിങ് പ്രൊഫഷണലിലേക്ക് എനിക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാനും എൻ്റെ രീതിയിൽ എന്നെ പഠിപ്പിക്കുവാനും വേണ്ടി അമ്മയും ചേച്ചിയും ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. എല്ലാവരോടും മിണ്ടാൻ, എൻ്റെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ പല വിധത്തിൽ ശ്രമിക്കുന്നുണ്ട്. കുക്കിംഗ് പഠിപ്പിച്ചും പൈസ എന്നെ പഠിപ്പിക്കുന്നുണ്ട്. എത്ര എഫേർട്ട് എടുത്തു എന്നെ പഠിപ്പിക്കുന്ന അമ്മയോട് എനിക്ക് നന്ദിയുണ്ട്. Hello everyone, happy Mother's Day. മറിയ എൻ്റെ സെക്കൻഡ് ഡോട്ടറാണ്. ഉണ്ടായപ്പോൾ നല്ല നോർമൽ ആൻഡ് ഹെൽത്തി ആയിരുന്നു. ഓരോ 2 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് പതുക്കെ ഓരോരുത്തർ പറഞ്ഞു തുടങ്ങി നോർമൽ മൈൽ സ്റ്റോൺസ് അല്ല, സ്ലോ ആണൊക്കെ. സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ ക്ലാസ്സിലിരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ക്ലാസ്സിൽ നിന്ന് ഓടിപ്പോവായിരുന്നു. പിന്നെ നിംഹാൻസിൽ പോയി സജസ്റ്റ് ചെയ്തു കൂടെ ഒരു ഷാഡോ ടീച്ചറിനെ വെക്കണമെന്ന്. അങ്ങനെ 5th വരെ അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോൾ കൂടെ വേണ്ടെന്ന് പറഞ്ഞ് 7th and 8th കണ്ടിന്യൂ ചെയ്തു. 8th കഴിഞ്ഞപ്പോൾ CBSE ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഓപ്പൺ സ്കൂൾ സിലബസിലേക്ക് ഫോളോ ചെയ്തു. അവിടെ നല്ല വിഗ്യാൻ വാലി എന്ന് പറഞ്ഞ സ്കൂളിൽ നല്ല ഗൈഡൻസ് കിട്ടി. 11th 10th 12th ഒക്കെ ചെയ്ത് പാസ്സായി. അവിടെ തന്നെ ജോലി ചെയ്തു. പിന്നെ സംസാരിക്കാൻ ഇച്ചിരി മടിയായിരുന്നു എല്ലാവരോടും. പതുക്കെ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. പിന്നെ നിർത്തേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഡേ ഡ്രീംസിൽ വന്നപ്പോഴാണ് ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. സാറിൻ്റെ ഹെൽപ്പ് കൊണ്ട്. വീട്ടിൽ എപ്പോഴും പറയും എന്തെങ്കിലും വേണമെങ്കിൽ സംസാരിക്കണം എന്നും പറഞ്ഞു. അത് മാത്രമേ ഉള്ളൂ ഡ്രോബാക്ക് ഉള്ളത്. മറിയയ്ക്ക് എല്ലാവരോടും മിണ്ടണമെന്ന് ആവശ്യമുള്ളതൊക്കെ ചോദിക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പം നല്ല മിടുക്കിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഈ മണിയും കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. അല്ലെങ്കിൽ ഇത്രയും വരെ ആയത് എല്ലാവരുടെയും സപ്പോർട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടം വരെ എത്തി. ഇനിയും ഇൻഡിപെൻഡൻ്റ് ആവാൻ ഒത്തിരി ശ്രമിക്കണം മറിയ തന്നെ. അതർവൈസ് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എല്ലാ കാര്യത്തിലും, മറിയയുടെ കാര്യത്തിൽ. Happy. Just mad. ഒരു സ്പെഷ്യൽ കിഡ്സിൻ്റെ അമ്മ ഒരു നോർമൽ കിഡ്സിൻ്റെ അമ്മയേക്കാൾ ഒത്തിരി വ്യത്യസ്തമാണ്. അത് ആ സ്പെഷ്യൽ കിഡ്സിൻ്റെ അമ്മമാർക്ക് അതെന്താണെന്ന് പറഞ്ഞാൽ, ആ വ്യത്യസ്തത എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതൊരു വീഡിയോയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. അനുദിനം ഞങ്ങൾ അവരിൽ നിന്ന് ഓരോന്ന് പഠിക്കുന്നു. എൻ്റമ്മേ ഒന്ന് കാണാൻ
എത്ര രാവിൽ ഞാൻ കൊതിച്ചു ഈ മടിയിൽ വേണുറങ്ങാൻ. എത്ര രാവിൽ ഞാൻ നനച്ചു കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരള ഉരുകും താരാട്ട്. എന്റമ്മേ ഒന്നു കാണാൻ എത്ര രാവിൽ ഞാൻ കൊതിച്ചു ഈ മടിയിൽ വേണുറങ്ങാൻ. എത്ര രാവിൽ ഞാൻ നനച്ചു. ഹാപ്പി മദേഴ്സ് ഡേ. എൻ്റെ അമ്മ കഷ്ടപ്പാട് സഹിക്കുന്നുണ്ട്. എന്നെ ഡെയറി മിൽസിൽ കൊണ്ടുപോകും. ഞങ്ങള് എന്നെ പുറത്ത് കൊണ്ടുപോകും. എനിക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി തരും. എനിക്ക് ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ച് തരും. ഒരു സ്പെഷ്യൽ കിഡ്സിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ അത് നോട്ട് എൻ ഈസി ടാസ്ക്. നമ്മൾ ആദ്യം നമുക്ക് പലപ്പോൾ നമ്മൾ ചിന്തിക്കും എങ്ങനെ ഇത് അതിജീവിക്കും. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും ദൈവവും കുഞ്ഞുങ്ങളുടെ അൺകണ്ടീഷണൽ ലവ് കാണുമ്പോൾ നമ്മളതൊക്കെ മറന്ന് അവർക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള നമുക്ക് എനർജി കിട്ടും. നമുക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടെങ്കിലും എന്തായാലും, പക്ഷെ അവരുടെ മുഖം കാണുമ്പോൾ നമ്മളെല്ലാം മറന്ന് അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാനുള്ള ഒരു സന്നദ്ധത നമുക്ക് ഉണ്ടാവും. നമ്മളത് ചെയ്യും. അപ്പോൾ ഈ നിമിഷം വരെ എൻ്റെ കുട്ടിയുടെ കാര്യത്തിലാണ് എനിക്ക് ഇത്രത്തോളം അവനെ ആക്കി, ദൈവം അവനെ ആക്കി. ഇപ്പം ഡേ ഡ്രീംസിലാണ് ഇൻഡിപെൻഡൻ്റായിട്ട് അവൻ മുന്നോട്ട് പോകുന്നുള്ള ഫുൾ വിശ്വാസമുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഡിപെൻഡൻ്റ് ലൈഫിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ അമ്മമാർക്കും അവരുടെ മക്കളാണ് അവരുടെ ലോകം. എനിക്കും അങ്ങനെ തന്നെയാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഏത് ലിമിറ്റിലും പോകാൻ എനിക്ക് മടിയില്ല. Umma, happy Mother's Day, Mama. I love you very much for being there for me and Achicha, Cheddiyamma and Papa. You are kind and fun and you make tasty food for us. I Mama Heart. I love you. I Umma. Thank you, Sajkuda. Thank you, Sajkuda. First of all, happy Mother's Day to all the wonderful mamas out there. Mothers. It's not about the struggles and the sacrifices that happen. The minute the baby is placed in your hand, all your motherly instincts just overflow in fact. And as far as for me, there has been no difference between Sachu or my elder son Rohit. It's just that Sachu needs a little extra care, a little extra effort, and we need to slow down a bit to guide him and hold him through this journey that he has, which is full of challenges. But as long as we accept it and are ready to face the journey ahead with unconditional love and happiness, and I'm sure the journey ahead will be easy, but definitely with a lot of hard work and dedication that we have to move forward. Sachu has been an amazing son. He has taught me unconditional love. I have learned things, new things I have learned just because of Sachu. There are so many opportunities that I may not have had if I didn't have him. So he has taught me a lot. He has taught me patience. He has taught me courage. He has taught me to be a good mother. I just feel if ever I'm a good mother, it's only because my sons have raised me well. So
I love them very much, and they are my lifelines, and I cannot imagine life without both of them, Sachu and Kitu. And I have an amazing daughter too now. So happy Mother's Day once again to all the mothers. The struggles are there. I would never call it a sacrifice. Struggles are there. Each one of us struggle with everyday life. Every day is different. Every day is challenging. But there is so much we learn each day, and we all of us become better people. So thank you, Sachikota. Thank you, Sachikota. Love you so much. Happy Mother's Day, Amma. Thank you for always taking care of me. I love your hugs, your smile, and your yummy food. You are daily coming to daydream. You help me improve myself. You help me become better every day. I love you so much, Amma. Happy Mother's Day. Thank you. Being Akhil's mother is the most happiest thing that happened in my life. Akhil taught me how to love unconditionally because he don't have any hidden motives when he loves someone. He's so loving, caring and kind. I'm proud of the young man he is becoming. If it meant Akhil could live a life with joy, confidence and dignity, I would give up on anything without a second thought. Thank you, Akhil, for being there in my life. I'm proud of you and I love you so much. Happy Mother's Day, Ammi. Thank you, Ria. Mummy, happy Mother's Day. Words can't express how much you mean to me. Thank you for everything you have done, for being my best friend. I love you, Mummy. ഹാപ്പി മദേഴ്സ് ഡേ. എല്ലാവർക്കും മദേഴ്സ് ഡേ വിഷസ്. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സ്ട്രഗിൾസും എല്ലാ കാര്യങ്ങളും എനിക്ക് മുമ്പോട്ട് പോകാനുള്ളൊരു പ്രചോദനം എൻ്റെ മോൻ തന്നെയാണ്. എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ സഹിച്ച് മുമ്പോട്ട് പോയി ജീവിക്കുന്നത്. അതിലെല്ലാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സക്സസ്ഫുൾ ആവുന്നതും എൻ്റെ മോൻ കാരണമാണ്. കാരണം ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സക്സസ് ആയിട്ടുണ്ടെന്നുള്ളത് അവൻ്റെ ഡെവലപ്മെൻറ്റ് കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓരോ ദിവസവും ജീവൻ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരിക്കലും എൻ്റെ മോനൊരു സ്പെഷ്യൽ കിഡായിട്ട് തോന്നിയിട്ടില്ല. എല്ലാ കുട്ടികൾക്കും ഉള്ള പോലത്തെ എബിലിറ്റീസ് തന്നെയാണ് എൻ്റെ മോനിലുള്ളത്. അവൻ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ മറ്റുള്ള കുട്ടികളെക്കാട്ടും കൂടുതൽ അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഹീസ് എ വെരി ലവബിൾ ചൈൽഡ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ. എല്ലാവർക്കും മക്കൾ സ്പെഷ്യലാണ്. എനിക്കും എൻ്റെ മോൻ ഭയങ്കര സ്പെഷ്യലാണ്. സോ താങ്ക് യു വെരി മച്ച്. Happy Mother's Day. Wishing all the mothers in the world a happy Mother's Day. ഈ മാതൃദിനത്തിൽ എല്ലാ അമ്മമാർക്കും എൻ്റെ ആശംസകൾ. ഞാൻ എൻ്റെ കുട്ടിക്ക് വേണ്ടി ചെയ്യുന്നത് ഒരു സാക്രിഫൈസ് ആയിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഞങ്ങളുടെ ഓരോ ദിവസവും വ്യത്യസ്തമാണ്. പിന്നെ എല്ലാ അമ്മമാർക്കും കുട്ടികൾക്കും നല്ലത് വരണേ പ്രാർത്ഥിക്കുന്നു. ഹാപ്പി മദേഴ്സ് ഡേ ടു ഓൾ ദ മദേഴ്സ് ഔട്ട് ദെയർ. എൻ്റെ പേര് അലീന ജോസി. ഞാൻ BSc സൈക്കോളജി കഴിഞ്ഞിരിക്കുക. ആൻഡ് ഇപ്പോൾ ഞാൻ ഡേ ഡ്രീംസിൽ ഇൻറ്റേർണായിട്ട് വർക്ക് ചെയ്യുക. സോ രാവിലെ സാർ വിളിച്ചിട്ട് പറഞ്ഞു ഒരു വീഡിയോ ചെയ്യണം അമ്മേനെ കുറിച്ച്. ഇറ്റ്സ് ലൈക്ക് അയ്യോ ഞാൻ എന്ത് പറയുമെന്ന്. ആൻഡ് ദെൻ ഐ സെഡ് ഓക്കെ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എന്ത് പറയാം അമ്മേനെ കുറിച്ചെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായ അമ്മേനെ കുറിച്ച് പറയാൻ കുറേ ഉണ്ട് ഒരു വീഡിയോയിൽ ഒതുങ്ങുന്നതിനെക്കാട്ടും. അമ്മ ഹാഡ് മൈ ബാക്ക് എവറി സിംഗിൾ ടൈം. ലൈക്ക് എന്തൊക്കെ മിസ്റ്റേക്ക് ചെയ്താലും എന്തൊക്കെ കുർത്തക്കേട് ഒപ്പിച്ചാലും ഷീ ഹാഡ് മൈ ബാക്ക് എവറി സിംഗിൾ ടൈം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കുർത്തക്കേടൊക്കെ ഒപ്പിച്ച് വരുമ്പോഴേക്കും ഷീൽബിയിലേക്ക് കരയണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇനി ചെയ്യും, ഇനി ലൈക്ക് ഇൻ ദ ഫ്യൂച്ചർ ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന രീതിക്ക്. അത് ഞാനിപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നത് ഇസ് ബിക്കോസ് പിന്നെ ഞാൻ ചെയ്യാറുണ്ട്. ആൻഡ് എവറി സിംഗിൾ ടൈം ഷീ യൂസ് ടു ഫൊർഗിവ് മീ. ആൻഡ് ദാറ്റ് ഈസ് ഹൂ ഷീ ഈസ്.
Like, she used to love me the same. എന്തൊക്കെ ചെയ്താലും. And she has been through a lot. And I've never seen her complain about it. Like, not even once. And who I am is because of her. How I treat others, how I see others, how I see the world, how I behave, and everything is because of her. And she is my cheerleader. Like, ഞാനൊരു ചെറിയൊരു ഡ്രോയിങ് വരച്ചാലും അല്ലെങ്കിൽ ഞാനൊരു പാട്ട് പാടിയ ഡാൻസ് ചെയ്ത, ഈവൻ ഇഫ് ഐ സ്പീക്ക് ഇൻ പബ്ലിക്, എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞു സാധനം എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പോലും ഷീസ് ലൈക്ക് അടിപൊളിയായിട്ടുണ്ട്, ഇനിയും ചെയ്യണം എന്നുള്ളതിൽ. ആൻഡ് ഞാനിങ്ങനെ വരക്കുന്ന കൂട്ടത്തിലാണ്. ആൻഡ് ഞാൻ ഇങ്ങനെ വരച്ച് കുറേ വരക്കാറുണ്ട്. അപ്പോൾ ഷീസ് ലൈക്ക് അതൊക്കെ ഒന്ന് വീഡിയോ ആക്കിയിട്ട് എനിക്കൊന്ന് തരുമോ മീനു, സോ ദാറ്റ് ഷീ ക്യാൻ പുട്ട് ഇൻ ഓൺ ഹർ സ്റ്റോറി ആസ് ഹർ സ്റ്റോറി, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ലൈക്ക് ഷീ ഈസ് പ്രൗഡ് ഓഫ് മീ ആൻഡ് പ്രൗഡ് ഓഫ് വാട്ട് ഐ ഡു, ആൻഡ് ഷീ എൻകറേജസ് മീ ടു ഡു തിങ്സ്. ആൻഡ് ഞാനിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഷീ വിൽ ബി ലൈക്ക്, ഷീ കറക്ട്സ് മീ ഇൻ എ നൈസ് വേ. അപ്പോൾ കളിയാക്കൊന്നുമില്ല. അത് കഴിഞ്ഞ് എല്ലാവരും കൂടിയിട്ട് കളിയാക്കും, എല്ലാവരും തമാശ രീതിക്ക് ഉള്ളതായിട്ട് കളിയാക്കും. ആൻഡ് ഫോർ മീ ഷീ ഈസ് ദ ബെസ്റ്റ് അമ്മ ഐ ക്യാൻ എവർ ആസ്ക്. വൺസ് അഗൈൻ ഹാപ്പി മദേഴ്സ് ഡേ. താങ്ക് യു. അമ്മ മരക്കാറിനു കണ്ണീരഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവേയൽ പാടത്ത് കനലെരിഞ്ഞു, ആ മൺകൂറിൽ ഞാൻ നനഞ്ഞു. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധി. അമ്മ മരക്കാറിനു കണ്ണീരഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. ഹാപ്പി മദേഴ്സ് ഡേ.